ഭാഗ്യലക്ഷ്മിക്ക് ഈ കോടതി വിധിയോട് അതൃപ്തി ഉണ്ടെങ്കിൽ ഭാഗ്യലക്ഷ്മി ഹയർ കോടതിയിൽ പോകട്ടെ. ഏതായാലും തീരുമാനിച്ചിട്ടുണ്ടല്ലോ, ഏതായാലും അതിജീവിത തീരുമാനിച്ചിട്ടുണ്ട്, ഈ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്, പ്രോസിക്യൂഷൻ തീരുമാനിച്ചിട്ടുണ്ട്. പോട്ടേന്ന് ഹയർ കോടതിയിൽ പോകട്ടെ. ദിലീപാണ് കുറ്റവാളിയെങ്കിൽ ദിലീപിനെ തൂക്കിലാറ്റട്ടെ. ആർക്കാണ് വിയോജിപ്പ്? ആർക്കാണ് വിയോജിപ്പ്? പക്ഷെ ഒരു കോടതി ദിലീപ് സ്വതന്ത്രനാണ് അല്ലെങ്കിൽ ദിലീപ് കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോഴുള്ള ക്രിമികടി അതാണ് മനസ്സിലാവാത്തത്. ശ്രീജിത്ത് പരമന വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ വിധി എത്ര പേര് വായിച്ചു എന്നാണ് ശ്രീജിത്ത് പരമന ചോദിച്ചത് കേട്ടോ. എല്ലാവരും ദിലീപിനെതിരെ. ഇതിപ്പം മാധു ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിലീപ് 8ാം പ്രതിയാണ് കുറ്റം ചെയ്തത് അല്ലെങ്കിൽ 8ാം പ്രതിയാണ് ഗൂഢാലോചന നടത്തിയത് ദിലീപാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവർ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും കൂടി ഇവർ ഉദ്ദേശിക്കുന്നത് ദിലീപിനെ തന്നെയാണ്. ഇത് കേൾക്കുന്നത് നമുക്കറിയാലോ, നമ്മൾ പരിഹാരമല്ലേ കഴിക്കുന്നത്. അപ്പം ശ്രീജിത്ത് പരമന വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ ആ വിധിപ്പകർപ്പെന്ന് വായിക്കൂ. വിധിയിലെല്ലാം എല്ലാം എല്ലാം വളരെ വിശദമായി ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. ജഡ്ജി ഒരു ദിവസം കൊണ്ട് എഴുതിയുണ്ടാക്കിയ ഒരു വിധിയല്ല ഇത്. 8.5 വർഷം നീണ്ടു നിൽക്കുന്ന ഈ കോടതി നടപടികളിലൂടെ ഒരുപാട് തെളിവുകൾ, ഒരുപാട് രേഖകൾ ഒക്കെ പരിശോധിച്ച് അതിന്റെ ന്യായാന്യായങ്ങളൊക്കെ എന്താ പറയാ നിയമത്തിന്റെ നൂലിഴ കീറി അതിനൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഈ ജഡ്ജിക്കെതിരെ ഒരുപാട് എന്താ പറയാ അവിശ്വാസങ്ങൾ, ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നത് എന്ന പേരുള്ള ആക്ഷേപങ്ങൾ, 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് പോയി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിജീവിത പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നു, രാഷ്ട്രപതിക്ക് കത്തെഴുതുന്നു, ഹൈക്കോടതിയിൽ പോകുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു, ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് പക്ഷെ മാറ്റിയില്ല. അതൊന്നും ഒരു കീഴ്വഴക്കമല്ല. ജഡ്ജിയുടെ ജഡ്ജ്മെന്റിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ, നിങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയിൽ പോകുക. അവിടെയും തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയിൽ പോകുക. ഇന്നലെ വീണ്ടും ഭാഗ്യലക്ഷ്മി പറയുകയാണ് ഈ ചർച്ചയില്, ഹൈക്കോടതിയിൽ വെറുതെ ദിലീപിനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ സുപ്രീം കോടതിയിൽ പോകും, സുപ്രീം കോടതിയിൽ വെറുതെ വിട്ട് കഴിഞ്ഞാൽ എന്നാലും ഞങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങൾക്ക് ദിലീപ് ഇതെന്താണ്, ഇവരാണ് സൂപ്പർ കോടതി. അതിനേക്കാൾ വലിയൊരു രസം ഇന്നുണ്ടായതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് പോകുന്ന ഒരു KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലെ ദിലീപിന്റെ ഒരു പടം. സാധാരണ ഈ ദീർഘദൂര ബസ്സുകളിലൊക്കെ ടിവിയിൽ ഈ എന്താ പറയാ ചിത്രങ്ങൾ, സിനിമകള് പ്രദർശിപ്പിക്കും. അങ്ങനെ ദിലീപിന്റെ ഈ പറക്കും തളിക എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് അഭിനയിച്ച് ഹിറ്റായ ഒരു സിനിമയാണ് പറക്കും തളിക. നിരവധി പ്രാവശ്യം നമ്മുടെ ചാനലുകളിലൊക്കെ വന്നതാണ്. അക്കാലത്ത് എന്താ പറയാ തിയേറ്ററുകളൊക്കെ നിറഞ്ഞോടിയ ഒരു പടമൊക്കെയാണ് കേട്ടോ ഈ പറക്കും തളിക എന്ന് പറയുന്ന പടം. നല്ലൊരു കോമഡി പടമാണ്. ഒരുപാട് ചിരിക്കാൻ, അല്ലെങ്കിൽ ഈ യാത്രാവേളകളിലൊക്കെ നമുക്കൊന്ന് എന്താ പറയാ മനസ്സ് സന്തോഷം പകർന്നു പോകാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ കാണാനുള്ള ഒരു സിനിമ തന്നെയാണ് ഈ പറക്കും തളിക. ഈ പറക്കും തളിക എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിച്ചപ്പോ അക്കൂട്ടത്തിൽ നിന്ന് ഒരു ഫെമിനിസ്റ്റ് എഴുന്നേറ്റ് നിന്ന് പറയാണത്രേ, അത് ഓഫ് ചെയ്യണം, ആ സിനിമ കാണിക്കാൻ പാടില്ല. ഇതെന്താണപ്പ? ദിലീപിന്റെ പറക്കും തളിക എന്ന് പറയുന്ന സിനിമ KSRTCയിലെ ഒരു ബസ്സിൽ പ്രദർശിപ്പിച്ചാൽ അത് നിർത്തണം എന്ന് പറയാൻ ഈ ഫെമിനിസ്റ്റിക്ക് എന്താണ് അധികാരം? അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ കാണണ്ടേ? ആ ബസ്സിലുള്ള 50 ആൾക്കാരും കാണണ്ടായിരുന്നു തീരുമാനിക്കാൻ ഇവരാര്? അല്ലെങ്കിൽ ദിലീപിനെ ആ രീതിയിലാണോ കോടതികൾ ഇയാൾ ഒരു കുറ്റവാളിയാണ്, ഇയാൾ ഒരു കൊടും കുറ്റവാളിയാണെന്ന് ഒരു കോടതിയും മുദ്രകുത്തിയില്ലല്ലോ. കോടതി ഇയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞതാണ്. നിരപരാധിയാണെന്ന് പറഞ്ഞ ഒരാളുടെ ഒരു സിനിമ, ആ സിനിമ കണ്ടപ്പോൾ ഈ സ്ത്രീ പറയാണത്രയാ, എന്നിട്ട് നിർത്തിവെച്ചു. ആകെ ബഹളമായി. ഈ സ്ത്രീയെ അനുകൂലിച്ചുകൊണ്ട് കുറെ ആൾക്കാര് ദിലീപാണ് ഇതിന്റെ എന്താ പറയാ ഈ അതിജീവിതയെ ആക്രമിച്ചത്, ദിലീപാണ് ഗൂഢാലോചന നടത്തിയത്, ദിലീപാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാദപ്രതിവാദം ബസ്സിൽ. അപ്പോൾ ദിലീപ് പക്ഷത്തുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഈ ഫെമിനിസ്റ്റുകൾ പറഞ്ഞതിനനുസരിച്ച് ആ സിനിമ അവിടെ എന്താ പറയാ നിർത്തിവെച്ചു. ഇതൊക്കെയാണ് ഭീകരത എന്ന് പറയുന്നത്, ഇതൊക്കെയാണ് ഫാസിസം എന്ന് പറയുന്നത്. രാഹുൽ ഈശ്വർ കഴിഞ്ഞ 14 ദിവസമായി ജയിലിൽ കിടക്കുകയാണ് കേട്ടോ. രാഹുൽ ഈശ്വർ മെൻസ് കമ്മീഷൻ വേണം, പുരുഷ കമ്മീഷൻ വേണം എന്ന് പറയുന്നത് വെറുതെയല്ല. ഇത് സ്ത്രീകൾക്ക് മാത്രമേ ഇവിടെ ശബ്ദിക്കാൻ പാടുള്ളൂ, സ്ത്രീകൾക്ക് മാത്രമേ അഭിപ്രായം പറയാൻ പാടുള്ളൂ. ഇതൊക്കെ ഈ സിനിമ നിർത്തണം എന്ന് പറയുന്നത് ഇതിന്റെ തോന്നിയാസം ആലോചിച്ച് നോക്കുക. അപ്പൊ പിന്നെ ഈ ഫെമിനിസ്റ്റ് പറയും ചിലപ്പോ മുകേഷ് ഏട്ടന്റെ സിനിമ പ്രദർശിപ്പിക്കട്ടെ എന്ന്. മുകേഷ് ഏട്ടന്റെ സിനിമ അവർക്ക് കാണാം. മുകേഷ് ഏട്ടൻ ലൈംഗിക അപവാദ കേസിൽ പ്രതിയാണെങ്കിൽ അതൊന്നും അവർക്ക് പ്രശ്നമില്ല. മുകേഷ് ഏട്ടന്റെ സിനിമ കാണാം, മറ്റേ വേടന്റെ പാട്ടുകളുള്ള സിനിമ കാണാം. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. മറ്റൊരുപാട് സിനിമാ നടന്മാർക്കെതിരെ ഒരുപാട് ലൈംഗിക ആരോപണങ്ങളൊക്കെ വന്നതല്ലേ. അവരൊക്കെ ഇപ്പോഴും സംശയ മുനയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടില്ല. സിദ്ദിഖിന്റെ ഒക്കെ കാര്യം, അങ്ങനെയുള്ള കുറെ നടന്മാർക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും അന്തിമമായ ഒരു കോടതി വിധി പറഞ്ഞിട്ടില്ല. പക്ഷെ ദിലീപിന്റെ കാര്യം അങ്ങനെയല്ല. ദിലീപ് എന്താ പറയാ ഒരു തെളിവും ദിലീപിനെതിരെ ഇല്ല. ദിലീപ് കുറ്റവാളിയല്ല, ദിലീപ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞിട്ടും
ഒരു KSRTC ബസ്സിൽ പുതിയ സിനിമയല്ലേ പറക്കും തളിക എന്ന് പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ദിലീപിന്റെ സിനിമ കാണണ്ട എന്ന് ഈ ഫെമിനിസ്റ്റിക്ക് തീരുമാനിക്കാം. അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് കാണണ്ടെന്ന് തീരുമാനിക്കാം. അവരൊരു KSRTC ബസ്സിൽ കയറിയിട്ട് ദിലീപിന്റെ സിനിമ കാണില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്ത് അധികാരം? ആരാ ഇവർക്ക് അധികാരം കൊടുത്തത്? ഇതനുസരിച്ച് നിർത്താൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് ഒരു ഭീകരത ഇവിടെ വളർന്നു വരുന്നത്. ഈ 18-ാം തീയതി ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമ ബാ എന്ന് പറഞ്ഞത് ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന സിനിമ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ സിനിമയിൽ മോഹൻലാലും അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാമിയോ റോളിൽ മോഹൻലാലും അഭിനയിച്ച ഒരു സിനിമയാണ് കേട്ടോ അത്. ഈ മറ്റൊരു ഭാഗ്യലക്ഷ്മി പറഞ്ഞൊരു കാര്യം, ഭാഗ്യലക്ഷ്മി മോഹൻലാലിനെതിരെയും കൈവിരൽ ചൂണ്ടുകയാണ്. മോഹൻലാൽ ദിലീപിനൊപ്പം നിൽക്കുന്നു, മോഹൻലാൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന്. ഈ ഭാഗ്യലക്ഷ്മിയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഏകാധിപതി, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ഇതൊക്കെ ഭാഗ്യലക്ഷ്മിയാണ് എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ വിചാരം. ഇത് ദിലീപിന്റെ പുതിയ സിനിമയുടെ ട്രെയിലർ പ്രകാശനോ അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഫിലിം പ്രകാശനം അങ്ങനെ എന്തോ കാര്യങ്ങൾ മോഹൻലാലാണ് ചെയ്തത്. മോഹൻലാൽ എങ്ങനെയാണ് അങ്ങനെ ചെയ്യുക? മോഹൻലാൽ എന്താ ചെയ്തത്? മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിച്ചതല്ലേ? ദിലീപിന്റെ സിനിമയിൽ എത്ര നടന്മാരും നടിമാരും അഭിനയിക്കുന്നുണ്ട്. വേടൻ എന്ന് പറയുന്ന 3 സ്ത്രീ പീഡന കേസുകളുള്ള മുൻകൂർ ജാമ്യത്തിൽ കഴിയുന്ന വേടന്റെ ഒരുപാട് ക്രൂരതകൾ, ഒരുപാട് അതിജീവിതകള് കോടതിയിൽ പോകാൻ പോലും നിവൃത്തിയില്ലാതെ വേടന്റെ ലൈംഗിക പീഡനമേറ്റ നിരവധി സ്ത്രീകൾ ഇവിടെയുണ്ട് കേട്ടോ. ആ വേടന് നിങ്ങൾക്ക് സംസ്ഥാന അവാർഡ് കൊടുക്കാം, ആ വേടനെ ആദരിക്കുക, ആ വേടൻ മഹാനാണ്. പക്ഷെ ദിലീപിനെ തൂക്കിക്കൊല്ലണം, എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് നിർത്താറായിട്ടില്ല നിങ്ങൾക്ക്? ഈ ഭാഗ്യലക്ഷ്മിയോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അതിജീവിതയോട് സ്നേഹമുണ്ടാകാം, ഇഷ്ടമുണ്ടാകാം, ഒക്കെ ശരി തന്നെ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കോടതിയിൽ പോയി വാദിക്കൂ, നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി വാദിക്കൂ. ഇന്ന് അതിൻ്റെ അടുത്ത് ഈ മഞ്ജു വാര്യരുടെയും ഈ അതിജീവിതയുടെയും രണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇവർ രണ്ടുപേരും ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ മറ്റൊരു കാര്യം. അതില് മഞ്ജു വാര്യർ പറയുന്നത് നീതി നടപ്പായില്ല, ശിക്ഷിക്കപ്പെട്ടത് കുറ്റം ചെയ്തവർ മാത്രം, പിന്നെ കുറ്റം ചെയ്യാത്തവരെയാണ് ശിക്ഷിക്കേണ്ടത്. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. മഞ്ജു വാര്യർ പറഞ്ഞെന്താ വെച്ചാൽ ഗൂഢാലോചന ആവർത്തിച്ചുകൊണ്ട് നടി മഞ്ജു വാര്യരാണ് ആദ്യം തന്നെ ഇതിന്റെ പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞ് ദിലീപിന് നേരെ കൈവിരൽ ചൂണ്ടിയത് മഞ്ജു വാര്യരാണ്. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് ഈ കോടതി തന്നെ സ്വതന്ത്രനാക്കിയപ്പോൾ, താൻ കുറ്റവിമുക്തനാക്കിയപ്പോൾ, അല്ലെങ്കിൽ താൻ നിരപരാധിയാണെന്ന് കോടതി പ്രഖ്യാപിച്ച ഉടനെ ദിലീപ് പുറത്തു എന്ന് പറഞ്ഞത് കൈവിരൽ ചൂണ്ടിയത് മഞ്ജുവിന്റെ നേർക്ക് തന്നെയാണ്. മഞ്ജുവാണ് ആദ്യമായി തനിക്കെതിരെ ഇതിനൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞത് മഞ്ജുവാണ് എന്ന് ദിലീപ് പറഞ്ഞു. അപ്പൊ ദിലീപ് യഥാർത്ഥത്തിൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൂഢാലോചന നടന്നത്. അതിനെതിരെ ദിലീപ് കോടതികളെ സമീപിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോഴാണ് മഞ്ജു വാര്യർ വീണ്ടും പറയുന്നത് ആസൂത്രണം ചെയ്തവർ പുറത്തുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണെന്ന് കൂടി മഞ്ജു വാര്യർ പറഞ്ഞു. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിജീവിതക്കുള്ള നീതി പൂർണ്ണമാകുകയുള്ളൂ എന്നും മഞ്ജു വാര്യർ കുറിപ്പിൽ പറഞ്ഞു. ഇനി അതിജീവിതയുടെ കുറിപ്പുണ്ട് കേട്ടോ. അതിജീവിത പറയുന്നത് എന്താണെന്നറിയോ? നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയെ രൂക്ഷമായി വിമർശിച്ച് അതിജീവിത നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്നാണ് അതിജീവിത പറയുന്നത്. അതിജീവിതയുടെ ഒരു അനുഭവം വെച്ച് അതിജീവിത പറയുകയാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ല. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ശ്രീജിത്ത് പെരുമന പറഞ്ഞത് ഈ അതിജീവിതത്തെ പ്രത്യേക അവരുടെ ഒരു പ്രത്യേക സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇത്രയെങ്കിലും നീതി കിട്ടിയല്ലോ. അവരുടെ കേസ് ഈ 6 പേർക്ക് ശിക്ഷ വിധിച്ചു. ഇവിടെ എത്ര സാധു പെൺകുട്ടികൾ, എത്ര പിഞ്ചു മക്കൾ ഈ യഥാർത്ഥത്തിലുള്ള ലൈംഗിക പീഡനത്തിന് ഇരയായി അവർക്ക് ഒരു നീതിയും കിട്ടാതെ പോകുന്നു. ഒരു നീതിയും. വാളയാറിലെ പെൺകുട്ടികളെ കുറിച്ച് നമുക്കറിയാലോ, വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയെ കുറിച്ച് അറിയാലോ. അത്തരം പെൺകുട്ടികൾക്കൊന്നും നീതി കിട്ടുന്നില്ല. അപ്പോഴാണ് തനിക്ക് കിട്ടിയ നീതി അത് നീതിയല്ല എന്നും മറ്റൊരാളെ തൂക്കിക്കൊന്നാൽ മാത്രമേ നീതി കിട്ടുകയുള്ളൂ എന്നും പറയുന്നത് ശരിയാണോ എന്നാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമല ചോദിച്ചിരുന്നത്. അപ്പോൾ ഈ അതിജീവിത പറയുന്നത് പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാവുമെന്നും ഞാൻ കരുതുന്നു. അതുപോലെ 1-ാം പ്രതി എന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എന്റെ ഡ്രൈവറോ എന്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ്. അയാൾ ഈ ക്രൈം നടക്കുന്നതിന് മുമ്പ് 1-2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു. യഥാർത്ഥത്തിൽ കഥകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ അതിജീവിതക്ക് വേണ്ടി വാദിക്കുന്നവരാണ്, അതിജീവിതക്കൊപ്പം നിൽക്കുന്നവരാണ് കഥകൾ മെനയുന്നത്. ആർക്കെതിരെ? ദിലീപിനെതിരെ. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം. എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ ചില അന്യായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തു വന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷൻ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോടതി
ജഡ്ജിക്കെതിരെ ദുസ്സൂചനകൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ചൊരിയുകയാണ് കേട്ടോ അതിജീവിത. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിയിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എന്റെ എല്ലാ ഹർജികളും നിഷേധിക്കുകയായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇതിന്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഈ കുറിപ്പിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ ട്രയൽ കോടതിയിൽ എന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ അത്രയും ശ്രീജിത്ത് പെരുമന എന്താ പറയാ പുച്ഛിച്ച് തള്ളുകയാണ്. ഇതൊന്നും ഒരു കാരണവുമല്ല. ഇതിനൊക്കെ വളരെ വ്യക്തമായ മറുപടി ഈ വിധിയിലുണ്ട് എന്നാണ് ശ്രീജിത്ത് പെരുമന പറയുന്നത് കേട്ടോ. അതായത് അതിജീവിത പറയുന്നത് ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അതിജീവിതയുടെ ആരോപണങ്ങളാണ്. ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. പറയുന്നത് ഈ പെൻഡ്രൈവിനെ കുറിച്ചല്ല, മെമ്മറി കാർഡിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. മറ്റൊന്ന്, ഈ കേസിൽ ആദ്യമെത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു പോയി. അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതം ഉണ്ടെന്ന തോന്നൽ ഉറപ്പായതിനാലാണ്. അതപ്പോ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് പോയത് ഈ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടില്ല എന്നൊക്കെയാണ് അത്ര അതിജീവിതയോട് പറഞ്ഞത്. പ്രോസിക്യൂട്ടർമാർ എന്തുകൊണ്ട് രാജിവെച്ച് പോയി എന്നുള്ളത് അത് വേറെ കാര്യം. അതായത് അങ്ങനെയാണോ സംഭവം? അല്ല എന്നാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്ന ആധികാരികമായ പല വിവരങ്ങളും നമ്മളോട് പറയുന്നത്. പിന്നീട് മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത്. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നൽകിയല്ലോ. ഞാനൊരു ന്യായമായ വിചാരണക്കായി ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണം എന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു. ഇത് എന്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു. അതിജീവിത പറയുന്നു ഈ കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണം. പ്രതി പറഞ്ഞു വേണ്ട, ഈ കോടതിയിൽ തന്നെ മതി എന്ന് പറഞ്ഞു. ഇതിലെന്തപ്പം പ്രത്യേകിച്ച് ഒരു തകരാറ് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇവരുടെയൊക്കെ അജണ്ട എന്ന് പറഞ്ഞാൽ ദിലീപിനെ തൂക്കിലേറ്റണം. വീണ്ടും 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 ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒരു സംഘം ഫെമിനിസ്റ്റുകള്, ഒരു സംഘം ഈ അതിജീവിതക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ചില ആൾക്കാർ. ഇവരുടെയൊക്കെ താല്പര്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ചാനലുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നത്തെ മാതൃഭൂമി ചർച്ചയിലൊക്കെ മാധു വളരെ മിടുക്കിയായ ഒരു ജേർണലിസ്റ്റ് ആണ്, അവതാരകയാണ്. ഇത്തരത്തിലുള്ള ഡിബേറ്റ് ഒക്കെ നന്നായി എന്താ പറയാ നടത്താൻ പ്രാഗൽഭ്യമുള്ള മാധ്യമ പ്രവർത്തകയാണ്. പക്ഷേ ഒരു മാന്യത വേണം. നമ്മൾ ചർച്ച നടത്തുമ്പോൾ ശ്രീജിത്ത് പെരുമനെ ഒന്നും സംസാരിക്കാൻ വിടുന്നില്ല. താൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, അത് കേട്ടാ മതി. അങ്ങനെയാണെങ്കിൽ ഇതൊരു ചർച്ചയപ്പാ. അബ്ജോദ് വർഗീസ് ഇതേപോലെ തന്നെയായിരുന്നു ഏഷ്യാനെറ്റിലെ ചർച്ച നടത്തിയത്. ശ്രീജിത്ത് പണിക്കർ പക്ഷെ പൊളിച്ച് കൈ കൊടുത്തു. മറ്റേ ഒരു അഭിഭാഷകൻ പറഞ്ഞു, മറ്റൊരു ആ പാനലിൽപ്പെട്ട മറ്റൊരു അഭിഭാഷകൻ പറയാണ് ഈ വിധിപ്പകർപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന്. ശ്രീജിത്ത് പെരുമന പറഞ്ഞു വിധിപ്പകർപ്പ് എന്റെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്, എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പൊ അതിനിടക്ക് ഈ അഭിഭാഷകനെ എന്താ പറയാ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അബ്ജോദ് വർഗീസ് പറഞ്ഞു അത് ശരിയാണെന്ന് പറഞ്ഞപ്പം ശ്രീജിത്ത് പെരുമന പറഞ്ഞു അബ്ജോദ് വെറുതെ ഈ അഭിഭാഷകന്റെ വക്കാലത്ത് എടുക്കണ്ട, കാരണം ഇതെല്ലാവർക്കും കിട്ടി എന്നുള്ളത് അബ്ജോദിനും അറിയാം എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം മനഃപൂർവ്വം ഈ ചാനലിലുള്ള ആൾക്കാർ അവരൊരു എന്താ പറയാ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ അജണ്ട എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങള് പ്രേക്ഷകരെ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ചർച്ച കൊഴുപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചാനലുകളിൽ വീണ്ടും ഈ ഒരു വിചാരണ ഇവർ പുനരവതരിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലക്ഷ്യം എന്താണ്? ദിലീപിനെ തൂക്കിലേറ്റണം. കോടതി എന്തെങ്കിലും പറയട്ടെ എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ മതിയോ? കോടതി എന്തെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അങ്ങനെയാണെങ്കിൽ ഇവരാണ് തീരുമാനിച്ച പോലെ നമ്മുടെ നാട്ടിലെ കോടതികളൊക്കെ അടച്ചുപൂട്ടട്ടെ. വിധി കൽപ്പിക്കേണ്ടത് ഭാഗ്യലക്ഷ്മിയും അബ്ജോദ് വർഗീസും മാധുവും ഒക്കെ ചേർന്നിട്ട്, പിന്നെ മറ്റേ ആൾക്കാരൊക്കെ കണ്ടിട്ടോ, നികേഷ് കുമാർ ഇപ്പം മറ്റേ മാധ്യമ രംഗത്ത് നിന്ന് പിന്മാറിയില്ല. അതിന് പകരം ഡോക്ടർ അരുൺകുമാർ ഉണ്ട്, സ്മൃതിയുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഒരു നീണ്ട നിരയുണ്ട് കേട്ടോ. അങ്ങനെ നീണ്ട നിര എല്ലാവരും കൂടി ഇരുന്നിട്ട് ചാനലുകളിൽ വെച്ച് ഇവരിങ്ങനെ വിധി പറയട്ടെ, കോടതികളൊക്കെ പൂട്ടട്ടെ. ഇതാണ് ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ഇത് അത്യന്തം അപകടകരമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ആ KSRTC ബസ്സിലെ ഈ എന്താണ് പറക്കും തളിക വെക്കരുത്, അത് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ ആ ഫെമിനിസ്റ്റിയോട് ഒരിക്കൽ ഒരു വാക്കുകൂടി പറയട്ടെ.
നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. പക്ഷേ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആ ബസ്സിലുള്ള മൊത്തം ആൾക്കാരും അതിനനുസരിച്ച് നിൽക്കണം എന്ന് പറയുന്നത് അതിന്റെ പേരാണ് തോന്നിവാസം, അതിന്റെ പേരാണ് ഫാസിസം. വേണ്ട വേണ്ട വേണ്ട. എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ നടി ബലാത്സംഗം ചെയ്യപ്പെട്ട കേസ് ഇപ്പോഴും നമ്മുടെ ചാനൽ മുറികളിൽ വാദപ്രതിവാദങ്ങൾ, ചർച്ചകൾ ഒക്കെ കൊഴുക്കുകയാണ്. പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇത്തരം കോടതി വിധികളൊക്കെ ചർച്ച ചെയ്യാം. അതിൽ പ്രത്യേകിച്ച് ഒരു തകരാറുമില്ല. പക്ഷേ ചാനൽ മുറികളിൽ ഇപ്പം നടന്നു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിചാരണയാണ്. വിചാരണ കോടതി വെറുതെ വിട്ട ദിലീപിനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി, അതായത് ചാനൽ അവതാരകര് പലരും, ഇന്ന് ഞാൻ കണ്ട 2 ചാനൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് മാതൃഭൂമി ന്യൂസിൽ മാധു നയിച്ച ചർച്ചയാണ്, ഏഷ്യാനെറ്റും മാതൃഭൂമി ചാനലുമാണ്. ഈ 2 ചർച്ചകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് നടത്തുന്ന അവതാരകര് ഒരു മുൻവിധിയോടുകൂടി, അതായത് ദിലീപാണ്, അതായത് സെഷൻസ് കോടതി വെറുതെ വിട്ട ദിലീപാണ് ഇതിന്റെയൊക്കെ പിന്നിൽ, ദിലീപ് തന്നെയാണ് ഗൂഢാലോചന നടത്തിയത്, ദിലീപ് തന്നെയാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ള രീതിയിലാണ് ഇവർ ഈ ചർച്ച നടത്തുന്നത്. ഇതിൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം പറയുന്നത്, ഭാഗ്യലക്ഷ്മി ഭാമയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, കാരണം ഒരുപാട് സാക്ഷികൾ കൂറുമാറുകയുണ്ടായി കേട്ടോ. ഇതൊക്കെ സാധാരണ എല്ലാ കേസിലും പതിവാണ്. കാരണം സാക്ഷികള് പോലീസില് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ ചെല്ലുമ്പോൾ അവർ അതിന് വിരുദ്ധമായ മറ്റൊരു മൊഴി നൽകും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും സംഭവിക്കുന്നത്, സാക്ഷികൾ പോലീസിനോട് പറയുന്നത് പോലീസുകാർ പലപ്പോഴും അവരുടെ താല്പര്യം അനുസരിച്ച് ഈ സാക്ഷിമൊഴികൾ തിരുത്താറുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് സാക്ഷിമൊഴികൾ വളച്ചൊടിച്ചിട്ടൊക്കെയാണ് പലപ്പോഴും പോലീസ് ഇത് കോടതിയിൽ സമർപ്പിക്കുക കേട്ടോ. യഥാർത്ഥത്തിൽ സാക്ഷിമൊഴി എന്ന് പറയുന്നത് കോടതിയിൽ കൊടുക്കുന്നതാണ് അവരുടെ സാക്ഷിമൊഴി. അപ്പോൾ സാക്ഷി കൂറുമാറി എന്നൊന്നും പറയുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒരു വലിയ അത്ഭുതത്തിനൊന്നും അവകാശമില്ല. അപ്പൊ ഭാമ ഉൾപ്പെടെ ഒരുപാട് നടന്മാര് കൂറുമാറി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഭാഗ്യലക്ഷ്മി പറയുന്നത്, ഭാമ എന്നോട് പറഞ്ഞിരുന്നു, ഭാഗ്യലക്ഷ്മി, ഞാൻ പലപ്പോഴും ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഭാഗ്യലക്ഷ്മി യഥാർത്ഥത്തിൽ നടത്തുന്നത് ഒരു കലാപശ്രമമാണ് നടത്തുന്നത്. ഇതെന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരുകൾ കാണാത്തതെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് കേട്ടോ. അതായത് ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ അത് വിമർശിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? നമുക്ക് അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയാം, ആ കോടതി വിധിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം. അതുകൊണ്ടാണ് നമ്മൾ അപ്പീലിന് പോകുന്നത്. പക്ഷേ ഇത് പൊതുവേദിയിൽ ഇരുന്നിട്ട് ഇത് പ്രഖ്യാപിച്ച ഈ ജഡ്ജിക്കെതിരെ അധിക്ഷേപ വാക്കുകൾ ചൊല്ലുക, ഈ വിധി പൂർണ്ണമായും തെറ്റാണ് എന്ന് പറയുക, ഈ വിധി ശരിയാണെന്ന് അഭിപ്രായപ്പെടുന്ന ആൾക്കാരെ എന്താ പറയാ, അവരെ കുറ്റവാളികളാക്കുക, അവർ പൈസ വാങ്ങിയിട്ടാണ് ഈ അഭിപ്രായങ്ങൾ പറയുന്നത്. ശ്രീജിത്ത് പണിക്കർ പൈസ വാങ്ങിയിട്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് എന്നുകൂടി ഭാഗ്യലക്ഷ്മി ഇന്നലത്തെ ഈ ചർച്ചയിൽ, അതായത് ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ പറയുകയുണ്ടായി. അപ്പൊ ഞാൻ ഭാഗ്യലക്ഷ്മി ഭാമയെ കുറിച്ച് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭാമ എന്നോട് പറഞ്ഞു ഇതൊക്കെ ചെയ്തത് ദിലീപാണെന്ന് ഭാമ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഭാമ പോയി കൂറുമാറി എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. എന്ത് തോന്നിയ അവസാനം ഭാഗ്യലക്ഷ്മി പറയുന്നത്? ഭാഗ്യലക്ഷ്മിനോട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? ഭാഗ്യലക്ഷ്മി അതൊക്കെ ടേപ്പ് ചെയ്ത് വെച്ചിരുന്നോ? 2 വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ അങ്ങനെ പലതും പറയുകയായിരിക്കും. അതാണോ ഈ പൊതുവേദിയിൽ വന്ന് പറയുക? ഭാമ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്തത് ദിലീപാണ്. പിന്നീട് ഭാമ അവിടുന്ന് കൂറുമാറി. എന്തു പറയാന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? നമ്മുടെ ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഈ നീതിന്യായ സംവിധാനത്തിന്റെ കീഴിൽ അത് ശരിയാണോ?